ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ആ ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ, ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്നുള്ള കാര്യവും നമ്മൾ നോക്കുന്നതായിരിക്കും. അതേപോലെ എനിക്കിന്ന് വന്ന എൻട്രി എവിടെയാണ്, ആ എൻട്രിയുടെ ലോജിക്ക് എന്താണ്, ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള 2 ലെവൽസാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? 22,879 എന്ന് പറഞ്ഞ ലെവലും, അതേപോലെ ഡൗൺ സൈഡിലോട്ടുള്ള ലെവലായിരുന്നു 22,784 എന്ന് പറഞ്ഞ ലെവലും. അപ്പോൾ ഈ 2 ലെവലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ജസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴല്ല നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യണത്. ആ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ മോർ അപ്വേർഡിലോട്ട് മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ മെനഞ്ഞാന്നത്തെ വീഡിയോയിൽ എന്താണ് പറഞ്ഞത്? മാർക്കറ്റ് അപ്സൈഡിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഷാർപ്പ് സെല്ലിങ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ മാർക്കറ്റിന് കഴിഞ്ഞ പ്രാവശ്യം അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിയാതെ അവിടെ നിന്ന് ഷാർപ്പായിട്ടുള്ളൊരു സെല്ലിങ് മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് സംഭവിച്ചത് എന്താണ്? മാർക്കറ്റിന് ആ ഒരു ഏരിയയിലോട്ട് വന്നു, ആ ഒരു ഏരിയ ട്രേഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ ലെവലായിരുന്നു തൊട്ട് മുകളിലത്തെ ലെവലായിട്ടുള്ള 23,000 എന്ന് പറഞ്ഞൊരു ലെവൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഈ ഒരു ലെവലിന് മുകളിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും ഞാനൊരു ഗ്യാപ്പ് അപ്പ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലെവലിൻ്റെ 2 റേഞ്ചിൻ്റെ ഉള്ളിലാണ് അപ്പ് സൈഡിലോട്ടോ ഡൗൺ സൈഡിലോട്ടോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാനിതിനെ ഒരു ഗ്യാപ്പ് അപ്പ് എന്നോ ഗ്യാപ്പ് ഡൗൺ എന്നോ പറയുന്നില്ലായിരുന്നു. അപ്പോൾ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് ഓപ്പൺ ചെയ്തു. ഈ അപ്പ് സൈഡിലോട്ട് ഓപ്പൺ ചെയ്തതിനെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു എന്ന് മനസ്സിലായത് നമുക്ക് എവിടെയാണ്? നമുക്ക് ഈ ഒരു ഏരിയയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ സൈഡിലോട്ട് വരാൻ നോക്കി, പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു? ഡൗൺ സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരാൻ മാർക്കറ്റിന് സാധിച്ചില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഫർദർ നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലായിട്ടുള്ള 23,000ഉം 23,000 അച്ചീവബിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നും നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ മനസ്സിലായായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ട്രേഡ് ആക്റ്റീവ് ആയത്? നമ്മൾ 3 മിനിറ്റ് ക്യാൻഡിലാണ് ഞാൻ മോസ്റ്റ്ലി ട്രേഡുകൾ പഞ്ച് ചെയ്യാറ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലേക്ക് ഏരിയയിൽ വെച്ച് നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഫർദർ നല്ലപോലെ അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്. അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു പുഷിൽ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് വന്നു. നമ്മൾ എവിടെയായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചത്? നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു ലെവൽ, ഈ ഒരു ലൈനിൻ്റെ താഴെ തന്നെയാണ്. ഈ 42 പോയിൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തില്ല. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 30 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തത്. അതേപോലെ ഇന്നലത്തെ വീഡിയോയിൽ ട്രേഡ് എടുത്തതിൻ്റെ ലോജിക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ മാർക്കറ്റ് എക്സ്പയർ ചെയ്യുന്നവരെ ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ ഹോൾഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ദിവസം എന്തുകൊണ്ട് ഞാൻ മാർക്കറ്റ് എക്സ്പയർ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തില്ല? അതിൻ്റെ ഒരു കാരണമുണ്ട്. മോസ്റ്റ്ലി മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഡെയിലിയിലും 4 ഹവറിലും വീക്ക്ലിയും നമ്മൾ ചെക്കൗട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ട്രെൻഡാണ്. അപ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡായിട്ടുള്ള ഡേയിൽ നമുക്ക് മാർക്കറ്റിൽ ഏത് ടൈമിലും ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ ഈ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്യുന്ന വരെ പോലും ഞാൻ ടാർഗറ്റ് ഹോൾഡ് ചെയ്തില്ല. ഞാൻ 23,000 നിന്ന് വേണമെങ്കിൽ മാർക്കറ്റിന് വീണ്ടും ഒരു ഷാർപ്പായിട്ടുള്ള ഫോൾ തരാം. കാരണം അത് റൗണ്ട് നമ്പറാണ്. ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് എന്ന സമയത്ത് ബയേഴ്സാണോ സെല്ലേഴ്സാണോ അവിടെ അഗ്രസീവ് ആവുന്നത്, അതിനനുസരിച്ച് മാർക്കറ്റിന് ഫാസ്റ്റായിട്ട് അഗ്രസീവായിട്ട് മൂവ് തരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുകളിലോട്ട് ടാർഗറ്റ് വെച്ചു. നമുക്ക് ഈസിലി ആ ടാർഗറ്റ് അച്ചീവബിളായി. അതേപോലെ ഈ ടാർഗറ്റ് അച്ചീവ് ആയ ടൈമിൽ തന്നെ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു, നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ട ആർക്കെങ്കിലും ട്രേഡ് ആക്റ്റീവായി ഇതേപോലെ ചെയ്തിട്ടുള്ളവർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മാർക്കറ്റ് ടൈമിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എനിക്ക് ടൈമുള്ള സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. ഈ മാർക്കറ്റ് ടൈമിൽ ഏത് കോളാണ് ഏത് പുട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് എൻ്റെ DM വരണ്ട. മോസ്റ്റ്ലി നിങ്ങൾ നമ്മുടെ ഒരു എൻട്രി മോഡൽ നമ്മൾ പാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത എൻട്രി മോഡൽസിൻ്റെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആ എൻട്രി മോഡൽ വാലിഡ് ആണോ വാലിഡ് അല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയുടെ മുകളിൽ നേരത്തെ മാർക്കറ്റ് പ്രീവിയസ്ലി സെല്ലിംഗ് പ്രഷർ കാണിച്ച ഒരു ഏരിയ ആയിരുന്നു ഈ ഏരിയ.
അപ്പോൾ ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു. ഇത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ആ ഒരു മൂവ് പറ്റിയിട്ടില്ല. ഈ ഒരു മൂവൊക്കെ ടേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോസ്റ്റ്ലി മാർക്കറ്റ് ഇതിന് മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് മോസ്റ്റ്ലി ഡൗൺ സൈഡിലോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ട്രേഡ് ലോജിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ട്രേഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം, നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ലെവൽസ്. അപ്പോൾ ഈ ലെവൽസിനെ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് പാനൽ ഏതാണെങ്കിലും അവിടെ സേവ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഈ ലെവൽസിലെ മാർക്കറ്റ് ഏതൊക്കെ രീതിയിലായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു 5 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒരു എൻഡിങ്ങോട് കൂടി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലായിരുന്നു മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് നല്ലൊരു പുഷ് തന്നത്. അപ്പോൾ ആ ഒരു ഡൗൺ സൈഡിലോട്ട് തന്ന പുഷ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമുക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺ സൈഡിലോട്ട് ട്രേഡ് ആയിരിക്കും നാളത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ലെവൽസ് മൈൻഡിൽ കീപ്പ് ചെയ്യണം. ആ ലെവൽസിന് താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഡൗൺ സൈഡിലോട്ടൊരു എൻട്രി എടുക്കുക. അതിനു വേണ്ടി നമ്മൾ നല്ല വലിയൊരു ടൈറ്റ് റേഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അപ്പ് സൈഡിലോട്ടല്ല എൻട്രി എടുക്കേണ്ടത്. ഈ ഒരു ഏരിയയുടെ മുകളിൽ നിന്ന് മാർക്കറ്റിന് ഡൗൺ സൈഡിലോട്ട് വീണ്ടും സെല്ലിങ് കാണിക്കാനുള്ള ഹൈ പ്രോബബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ഡൗൺ സൈഡിലോട്ട് എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഫെർദർ ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ മാർക്കറ്റിൽ ജസ്റ്റ് വാച്ച് ചെയ്യുക. 23,033 എന്ന് പറഞ്ഞ ലെവലാണത്. മാർക്കറ്റ് അൺടിൽ ആൻഡ് അൺലെസ് ഇന്ന് ഷാർപ്പായിട്ട് സെല്ലിംഗ് കാണിച്ച ഏരിയയുടെ മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകുന്നെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ട്രേഡ് എടുക്കുക. അല്ലാതെ ഇതിനിടയിൽ കൊണ്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി സ്റ്റോപ്പ് ലോസുകൾ നല്ല രീതിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ട്രേഡിൽ ഇറങ്ങി സ്റ്റോപ്പ് ലോസുകൾ മാത്രം വാങ്ങിക്കൊണ്ട് ഇറങ്ങാനായിട്ട് നോക്കരുത്. മോസ്റ്റ്ലി നമുക്ക് ഷോർട്ടായിട്ടുള്ള ഒന്നോ അതിലധികമോ കണ്ടീഷൻസ് നമുക്ക് ഫുൾഫിൽ ചെയ്യുന്നു, നമ്മുടെ തന്നെ മൈൻഡിലുള്ള കണ്ടീഷൻസും അതേപോലെ സ്ട്രാറ്റജി ബേസ്ഡും സസ്റ്റെയിൻ ചെയ്ത് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഈ അപ്പ് സൈഡിലോട്ടുള്ള എൻട്രി ഈ ഒരു ലെവലിന് മുകളിൽ നിന്ന് എടുക്കുക. അല്ലാതെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിന് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് സെല്ലിംഗ് പ്രഷർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രികൾ പ്ലേസ് ചെയ്യാവുന്നതായിരിക്കും. ഇനി അല്ലെങ്കിൽ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണാണ് തരുന്നത്, ഈ ഒരു ലെവലിനെ താഴെയാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പുഷ് എല്ലാം തരികയും അവിടെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലും കൂടി മാർക്കറ്റിന് ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് 22,782 എന്ന് പറയുന്ന ലെവലിലോട്ട് മാർക്കറ്റ് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ലെവലാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നാളത്തെ ഡേ ഒരു ബെയറിഷ് ഡേ ആണ്. അപ്പോൾ നാളത്തെ ഡേ ഒരു ബെയറിഷ് ഡേ ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഈ ബെയറിഷ് ഡേ ആണെന്ന് കേട്ടിട്ട് ചില ആൾക്കാർ പോയിട്ട് ബ്ലൈൻഡായിട്ട് പുട്ടുകൾ ബൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള അനാലിസിസ് കൊണ്ട് മാത്രം ചെയ്യുക. ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രികൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകളും ടാർഗറ്റുകളും പ്ലേസ് ചെയ്യുക. നമ്മൾ 2 ദിവസം മുന്നേ എടുത്ത കണക്ക് തന്നെ ടാർഗറ്റ് ഓപ്പൺ ആക്കി വെക്കാതിരിക്കുക. പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.